മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. കോട്ടയം സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ വയോജനങ്ങളെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ അധിക്ഷേപിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അഭയമന്ദിരത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും ഹിൽ പാലസ് കാണാനുള്ള സൗകര്യം ഒരുക്കുന്നതായിരിക്കും. ചിലവ് സർക്കാർ വഹിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട്. ഷിനോജ് എസ്റ്റിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. വളരെ ക്രൂരമായൊരു സംഭവമായിരുന്നു അല്ലെ? ആ സമയം നമ്മൾ ഈ വാർത്ത നൽകുന്നു, വലിയ തോതിൽ ചർച്ചയാകുന്നു, ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. എങ്ങനെയാണ് ഒരു ഇടപെടൽ വരുന്നത്? പൂജ, കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോട്ടയം സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ 125ഓളം വരുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ തന്നെ എറണാകുളം കേന്ദ്രമാക്കി ഇത്തരത്തിലൊരു വിനോദയാത്ര പോകുന്നത്. ആദ്യം തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള എൽദോസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഉണ്ടായിരുന്നത്, അതായത് ആകെ 125 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഹിൽ പാലസിനകത്തേക്ക് കയറാൻ ഉണ്ടായിരുന്നത് 30 പേർ മാത്രമാണ്. ബാക്കി 95 പേരും ഈ വാഹനത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഈ 95 പേർക്കും പാസ് എടുക്കണമെന്ന് ഈ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത് തുടർന്ന് തർക്കങ്ങളിലേക്ക് പോവുകയും ഈ ഉണ്ടായിരുന്ന ഈ അമ്മമാരെയൊക്കെ തന്നെ ഇവർ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തെറി വിളിക്കുകയുമായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ മാതൃഭൂമി ന്യൂസുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകി. ഈ വാർത്തകൾ പിന്നാലെയാണ് ഇത് വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഒരു നടപടി വന്നിരിക്കുന്നു. ഈ അന്നത്തെ ഈ സംഭവത്തിന് ശേഷം, പ്രത്യേകിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തെറി വിളിച്ചതിന് ശേഷം ഈ യാത്ര പോയ അമ്മമാരും അച്ഛന്മാരും ഒക്കെ തന്നെ ഈ ഹിൽ പാലസ് കാണാതെ അവർ തിരിച്ചു മടങ്ങുകയാണ് ഉണ്ടായിരുന്നത്. അവർക്ക് പൂർണ്ണമായും സർക്കാർ ചെലവിൽ തന്നെ ഹിൽ പാലസ് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഒരുക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ നടത്തിപ്പുകാരെ ഫോൺ വിളിച്ചു. എന്താണ് ആവശ്യമെന്ന് മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു. പോലീസുകാരുടെ നടപടി വേണമോ എന്ന് ചോദിച്ച സമയത്ത് അത്തരത്തിൽ നടപടി ഒന്നും തന്നെ വേണ്ട, നടപടി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും തന്നെ അവർക്ക് ആഗ്രഹമില്ല. പകരം അധിക്ഷേപിച്ച പോലീസുകാരൻ ക്ഷമ പറഞ്ഞാൽ മതി എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ഈ അഭയമന്ദിരത്തിലെ ജീവനക്കാർ നടത്തിപ്പുകാരൊക്കെ തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായും സർക്കാർ ചെലവിൽ തന്നെയാകും. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും. സർക്കാർ ചെലവിൽ തന്നെ ഈ അവിടെ ഉണ്ടായിരുന്ന 125 അമ്മമാർക്കും അച്ഛന്മാർക്കും ഹിൽ പാലസ് കാണാനുള്ള സൗകര്യമാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.